കാർഷിക വിളകളുടെ ഹരിതകാന്തി നിറവണിഞ്ഞ 50 ഏക്കറോളം വരുന്ന ഭൂമി. അവിടെ വീശുന്ന മലങ്കാറ്റിൽ മുടിയാടി നിൽക്കുന്ന തെങ്ങും കവുങ്ങും മാവും പ്ലാവും തുടങ്ങിയ ഫലവൃക്ഷങ്ങൾക്കൊപ്പം സ്വദേശികളും വിദേശീയരുമായ വിവിധ ഇനം പഴവർഗ സസ്യങ്ങൾ, വിവിധതരം നാട്ടുവിളകൾ, കരിമീനും മോളിയും ഗപ്പിയുമൊക്കെ ജലോ ഉപരിതലത്തിലേക്കെത്തി പ്രാണവായു ശ്വസിച്ച് നിശബ്ദം നീന്തുന്ന മീൻകുളങ്ങൾ, അവയുടെ തീരത്ത് കലപില വച്ചു നടക്കുന്ന താറാവുകൾ, മുട്ടക്കോഴികൾ, കൂടാതെ 3 തൊഴുത്തുകളിലായി അത്യുൽപാദനത്തിലെ അമിത പാൽവർഷം ചുരത്തി നിരയിടുന്ന വിദേശ ജനുസിൽപ്പെടുന്ന ഗോമാതാക്കൾ. സമ്മിശ്ര കൃഷിരീതിയുടെ ഈ വിസ്മയ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്തുള്ള കോടഞ്ചേരി ശാന്തിനഗർ ഓണംതുരുത്തിൽ ജോൺ ജോസഫ് എന്ന കർഷകനാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഫിലോസഫിയിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷമാണ് ക്ഷീരവിപ്ലവത്തിന് തുടക്കം കുറിച്ച് കൃഷിയും കാലി വളർത്തലും പരസ്പര പൂരകമാക്കി ഈ യുവ കർഷകൻ മുന്നേറിയത്. പിതാവിന്റെ കാർഷിക വഴികളെ പിന്തുടർന്ന് തന്നെയാണ് ജോൺ ജോസഫും കാർഷിക വൃത്തിയെ ജീവിതവൃത്തിയായി സ്വീകരിച്ചത്. സ്വന്തം കൃഷിയിടത്തിലെ വ്യത്യസ്തമായ വിളകളേകുന്ന കാർഷിക സംതൃപ്തി നിലനിർത്തണമെന്ന ജോൺ ജോസഫിന്റെ ചിന്തയാണ് അദ്ദേഹത്തെ പശു വളർത്തലിലേക്ക് നയിച്ചത്. ക്ഷീര സഹകരണ സംഘത്തിന്റെ സഹായത്തിനൊപ്പം 20,000 രൂപ കൂടിച്ചേർത്ത് 5 വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഒരു പശുവിൽ നിന്നുമാണ് ജോൺ ജോസഫിന്റെ പശു വളർത്തൽ ചരിത്രം ആരംഭിക്കുന്നത്. മികച്ച പാലുൽപാദന ശേഷിയുള്ള HF, ജേഴ്സി ഇനത്തിൽപ്പെടുന്ന 12 കറവ പശുക്കളും അവയുടെ 10 കിടാരികളും കൂടാതെ എരുമകളും ഇന്ന് ജോൺ ജോസഫിന്റെ തൊഴുത്തുകളിൽ പരിപാലിക്കപ്പെടുന്നു. 7 HF, 2 ജേഴ്സി, 1 എരുമ എന്നീ അനുപാതത്തിൽ നടക്കുന്ന പാൽക്കറവ നല്ല ആദായം തന്നെ തരമാക്കുമെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം. തന്റെ സ്വന്തം നിരീക്ഷണത്തിലൂടെ കണ്ടെത്തിയ ഈ രീതിയിലൂടെ പ്രതിദിനം 135 ലിറ്റർ മുതൽ 150 ലിറ്റർ വരെ വരുന്ന പാലുൽപാദനം ജോൺ ജോസഫിന്റെ പശുത്തൊഴുത്തുകളിൽ നടന്നുവരുന്നു. ഞാനിവിടെ ഒരു പശു വളർത്തലിന് ഉപരിയായിട്ട് അതുങ്ങളെ ഒരു ബ്രീഡിങ്ങും കൂടി ഇവിടെ ചെയ്യുന്നുണ്ട്. ബ്രീഡിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി സെമൻ കൊണ്ടുവന്നിട്ട് അത് നമ്മളെ പശുക്കൾക്ക് ചെയ്തിട്ട് അതിൻ്റെ പശുക്കുട്ടികളെ അവിടെ വളർത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ ഇപ്പോൾ ഒരു 10 എണ്ണം പ്രസവിച്ചത് അവിടെ അപ്പുറത്ത് നമ്മുടെ ഫാമിലുണ്ട്. അത് വളരെ സക്സസ്ഫുള്ളാണ്. അതിന് ആദ്യത്തെ കറവയ്ക്ക് തന്നെ 20 മുതൽ 25 ലിറ്റർ വരെ ഫസ്റ്റ് കാവിങ്ങിന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന പശുക്കൾ പകുതിയെ രക്ഷപ്പെടുള്ളൂ. നല്ലത് നമ്മളവിടെ ചീറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ പൈസ മുളക്കി വളർത്തി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് നല്ല സെമൻ ഉപയോഗിച്ചിട്ട് പശുക്കളെ ആ കിടാക്കളെ നമ്മൾ വളർത്തിയെടുക്കണം. ഇവിടെ ഇപ്പോൾ എൻ്റെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ HF ഗീറുണ്ട്, HF സഹിവാളുണ്ട്, പ്യുവർ ജേഴ്സി ഉണ്ട്, പിന്നെ പ്യുവർ HF ഉണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു NDDBയുടെ സെമനുണ്ട്, ABSൻ്റെ സെമനുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം വളരെ സക്സസ്ഫുള്ളാണ്. NDDBയുടെ ഇതിപ്പോൾ ഈ കിടാവ് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ HFലൊരു 30 ലിറ്റർ പാലുള്ള ഒരു HFന് കുത്തി വെച്ചിട്ടുണ്ടായ ഒരു ഗീറാണ്. ഗീറെന്ന് വെച്ചാൽ ഇതിന് ഒരു 14 മാസം പ്രായമുള്ളത്. പിന്നെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ABSൻ്റെ ഒരു പ്യുവർ ജേഴ്സി, ഒരു ഡാനിഷ് ബുള്ളിൻ്റെ സെമനെ ഉപയോഗിച്ചിട്ട് ഇതാക്കുക. അതിനിപ്പം 15 മാസമായിട്ട് കുത്തി വെച്ചു. ഇപ്പം 3 മാസം ഗർഭിണിയാണ്. പ്യുവർ ജേഴ്സി. ഇത് HF ഗീർ. ഇതിപ്പം ABSൻ്റെ സെമനെ ഉപയോഗിച്ചിട്ട് ഇവിടെ കുത്തി 7 മാസം പ്രായ ഒരു കാഫാണ്. ഇതിൻ്റെ പയനിയർ എന്ന് പറഞ്ഞൊരു സെമനുണ്ട്. അതൊക്കെ ഇമ്പോർട്ടഡ് സെമനാണ്. അപ്പോൾ 7 മാസം മാത്രമേ ഇതിന് പ്രായമുള്ളൂ. ജൂനിയർ സെറോവർ എന്ന് പറഞ്ഞിട്ടൊരു ബുള്ളിൻ്റെ ഡാനിഷ് ബുള്ളിൻ്റെ പ്യുവർ ജേഴ്സിയാണ് തൊട്ട് നിൽക്കുന്നത്. ഇത് കണ്ടത് ജൂനിയർ സെറോവർ ഈ തൊട്ട് നിൽക്കുന്നത്. അതിപ്പോൾ 14 മാസമായി ഇപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് 16 മാസമായത് അത് ഡാനിഷ് ബുള്ളാണ്. അതും ഈ ജൂനിയർ സെറോവർ തന്നെയാണ്. ഇത് രണ്ടെണ്ണം ഈ ജേഴ്സി. ഇത് NDDBയുടെ പ്യുവർ HF ആണ്. അത് ഒരു 82 എന്ന് പറഞ്ഞിട്ടൊരു ഒരു നമ്പറിലൊരു സെമനാണ്. ഇതിനിപ്പോൾ 9 മാസം പ്രായമുള്ളൂ. ഇത് ABSൻ്റെ ഒരു പ്യുവർ ജേഴ്സി ഒരു HFൽ ക്രോസ് ചെയ്തിട്ട് ഉണ്ടായതാണ്. ഇത് ഇപ്പം ഒരു 14 മാസം പ്രായമായി കുത്തി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ബുൾ നമ്പർ 734 ABSൻ്റെ.
ഇത് NDDBയുടെ പ്യുവർ HF 111 എന്ന് പറഞ്ഞിട്ടൊരു നമ്പറുള്ളൊരു ബില്ലിൻ്റെയാണ്. ഇത് 1.5 വയസ്സ് പ്രായം. ഇതും ഇപ്പോൾ കൺസീവ് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു പശു പരിപാലന രീതിയാണ് ഈ കർഷകൻ്റേത്. ബീജസങ്കലന തലം മുതൽ അത് ആരംഭിക്കുന്നു. മികച്ച പാൽ ഉൽപാദനത്തിനായി ശുദ്ധമായ വിദേശ ജനുസുകളെ തന്നെ ഇതിനായി ജോൺ ജോസഫ് ആശ്രയിക്കുന്നു. നമുക്ക് നല്ല സെമൻ കിട്ടണമെങ്കിൽ ഇപ്പോൾ ABS അങ്ങനത്തെ നല്ല കമ്പനികൾ അവരുടെ പെഡിഗ്രി കിട്ടും. നമുക്ക് അപ്പൻ അമ്മ ഗ്രാൻഡ് ഫാദേഴ്സ് അങ്ങനത്തെ അതിൻ്റെ ഒക്കെ ചരിത്രം ഇതിൻ്റെ കംപ്ലീറ്റ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പെഡിഗ്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ തലമുറകൾ ഗ്രാൻഡ് സയർ ഗ്രാൻഡ് പേരൻറ്റ് അങ്ങനെ തലമുറ 2-3 തലമുറ എൻ്റെ പെഡിഗ്രി നോക്കിയിട്ടു. അതൊക്കെ അതിൻ്റെ എല്ലാ റെക്കോർഡ്സ് ഈ ഓരോ കിടാക്കളുടെയും ഇവിടെ ഉണ്ടായതിൻ്റെ. ഇപ്പം ഞങ്ങൾക്ക് ഒരു HF സഹിവാൾ ഒരു പശു ഇവിടെ ക്രോസ് ചെയ്ത് NDDBയുടെ സമയം ക്രോസ് ചെയ്ത ഒരു സാധനം ഇവിടെ ഫസ്റ്റ് പ്രസവത്തിന് തന്നെ താഴത്തെ കറുത്ത പശുണ്ട്. അതിന് 22 ലിറ്റർ പാല് ആദ്യത്തെ പ്രസവത്തിനാണ് കിട്ടി. അപ്പോൾ 2ാമത്തെ 3ാമത്തെ ആകുമ്പോൾ എത്രയോ കൂടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ നമ്മളിപ്പം പൈസ വളർത്തുന്ന ചിലവ് കൂടിക്കഴിഞ്ഞാലും ഫ്യൂച്ചറിലേക്ക് എപ്പോഴും നമ്മളെ ഈ പശുക്കളാണെങ്കിൽ യാതൊന്നും പേടിക്കാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്ന കംപ്ലീറ്റ് ഒരു 30% പശുക്കുട്ടികളെ കിട്ടുന്നുള്ളൂ. ബാക്കി മുഴുവൻ മൂരിയായിരിക്കും. നല്ല ഇനത്തിൽപ്പെട്ട വിദേശ ഇനം പശുക്കളെ നെറ്റിലൂടെ കണ്ടെത്തുന്ന ജോൺ ജോസഫ് അവയുടെ 3 മുൻ തലമുറകളെക്കുറിച്ചും തിരഞ്ഞറിഞ്ഞ് പ്രത്യേകതകൾ മനസ്സിലാക്കുന്നു. തുടർന്ന് അവയുടെ ഉന്നത നിലവാരത്തിലുള്ള ബീജം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയിലെ ഏജൻസിയുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തിക്കുന്നു. ക്രയോ ക്യാനിൽ സുരക്ഷിതമായി സൂക്ഷിക്കപ്പെടുന്ന ബീജം ലൈഫ് സ്റ്റോക്ക് അസിസ്റ്റന്റിന്റെ സഹായത്തോടെ പശുക്കളിൽ നിക്ഷേപിക്കുന്നു. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഗർഭാവസ്ഥ പരിശോധന നടത്തുകയും ഗർഭാവസ്ഥ ആയിട്ടില്ലെങ്കിൽ വീണ്ടും ബീജസങ്കലനം നടത്തുകയും ചെയ്യുന്നു. നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല ഗുണനിലവാരമുള്ള സെമൻ കിട്ടണം. അതിനിപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ചൊരു 20,000 രൂപ മുടക്കിയിട്ട് ഒരു ക്രയോ ക്യാൻ ആദ്യം വാങ്ങി. ആ ക്രയോ ക്യാനിൻ്റെ അകത്ത് വന്നിട്ട് ഒരു തമിഴ്നാട്ടിലൊരു ഏജൻറ്റ് ഉണ്ട്. ആ ഏജൻറ്റ് നമുക്ക് എല്ലാ 22 ദിവസം കൂടുമ്പോഴും ലിക്വിഡ് നൈട്രജൻ നിറച്ച് തരും. പിന്നെ നമ്മൾ നെറ്റിൽ നോക്കി NDDB അല്ലെങ്കിൽ ABS അവരുടെയൊക്കെ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബുള്ളിൻ്റെ സെമൻ അതിൻ്റെ ഇതെല്ലാം അത് മിൽമേലെ ആ ഡോക്ടറൊക്കെ നമ്മളെ നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ ചോദിച്ചിട്ട് നമ്മൾ NDDBയുടെ അപ്പോൾ ഈൽഡെല്ലാം നോക്കിയിട്ട് ആണ് ആ സെമൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ അവർക്ക് ഓർഡർ കൊടുക്കും, ഇത്ര ഡോസ് കൊണ്ടുവരിക, അപ്പോൾ അവർ നമുക്ക് എത്തിച്ചു തരും. അങ്ങനെ ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഒരു 10 ടൈപ്പ് സെമൻ ഇരിപ്പുണ്ട്. അതായത് ഒരു പയനിയർ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാക്സിമം അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ABSന് തന്നെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ബുള്ളിനെ വളർത്തിയിട്ടുള്ള സെമനുണ്ട്. അതിൻ്റെ ഒരു 2-3 ടൈപ്പ് ഉണ്ട്. പിന്നെ NDDBയുടെ ഒരു 4 ടൈപ്പ് ഉണ്ട്. പിന്നെ HF സഹിവാളുണ്ട്, HF ഗിയറുണ്ട്, പ്യുവർ ജേഴ്സി ഉണ്ട്. ഇതെല്ലാം നമ്മളപ്പോൾ അവരുടെ ആ സൈറ്റിൽ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട നമുക്ക് മാക്സിമം ഈൽഡ് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും നല്ല സെമൻ നോക്കിയിട്ടാണ് നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ളവർക്കൊക്കെ അത് വലിയ ആ കിട്ടുന്ന മുതലിന് തന്നെ അവർക്കും കൊടുക്കാറുണ്ട് ആവശ്യക്കാർ വരികയാണെങ്കിൽ സെമൻ. അത് ഫ്രീ സർവീസ് മതി അടുത്തുള്ള വീട്ടുകാരൊക്കെ വരികയാണെങ്കിൽ. അപ്പോൾ അവിടെ ഇപ്പം നമ്മൾ ഈ ഏരിയയിൽ അത് കാരണം കുറച്ച് നല്ല പശുക്കൾ ഉണ്ടായിട്ടുണ്ട്. ഉൽപാദനശേഷിയുള്ള വിദേശ ഇനം പശുക്കൾ സമൂഹത്തിൽ വ്യാപരിക്കട്ടെ എന്ന ലക്ഷ്യത്തോടെ താൻ പണം കൊടുത്തെത്തിക്കുന്ന വിദേശ ജനുസുകളുടെ ബീജം മറ്റ് പശു കർഷകർക്ക് സൗജന്യമായി നൽകാൻ കൃഷിയെ ആത്മാവ് കൊണ്ട് സ്നേഹിക്കുന്ന ജോൺ ജോസഫ് എന്ന ഈ കർഷകൻ ഒട്ടും മടിക്കുന്നില്ല. വിദേശ ഇനത്തിൽപ്പെടുന്ന പശുക്കൾ നമ്മുടെ കാലാവസ്ഥയോട് പൊരുത്തപ്പെടുമോ എന്നുള്ള പല കർഷകരുടെയും സ്വാഭാവികമായ ആശങ്കയെ ദൂരീകരിക്കുന്ന കാഴ്ചയാണ് ജോൺ ജോസഫിന്റെ തൊഴുത്തിൽ കാണാനാകുന്നത്. പശുക്കളെ കൊണ്ടുപോയിട്ട് വെയിലത്ത് കെട്ടിയിട്ട് കുറേ പറമ്പിൽ കൊണ്ടുപോയി കെട്ടിയിടും. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ചെറുതായിട്ടൊന്നും നടക്കാനൊക്കെ വിടുന്നത് നല്ലതാണ്. പക്ഷേ വെയിലത്ത് ഒരിക്കലും കെട്ടിയിടാൻ പാടില്ല. നമ്മളെപ്പോഴും അതിന് നമ്മളെ മാതിരി തന്നെ വെള്ളം ഉറങ്ങാനുള്ള സമയം കൊടുക്കണം. നമ്മളിപ്പോൾ രാവിലത്തെ കറവ കഴിഞ്ഞ് തീറ്റ കൊടുത്ത് വെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് അവരത് ഉച്ച വരെ കിടന്നുറങ്ങുക.
ഇതിനെ നോക്കുന്ന ആളും ഉറങ്ങും, ഈ ഈ ഈ പശുക്കളും കിടന്നുറങ്ങും. അപ്പോൾ അതിന് ആ സമയത്ത് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അങ്ങനെ റെസ്റ്റ് കിടന്നുറങ്ങിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇതുങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കറക്റ്റായിട്ട് കിട്ടണം. വെള്ളം പശുക്കൾ രാത്രിയിലൊക്കെ എണീറ്റ് അവർക്ക് ദാഹിക്കുമ്പം അവർ ഈ പുൽത്തൊട്ടിയിൽ നിന്ന് വെള്ളം കുടിച്ചോളും. അപ്പോൾ അതിന് ഞാനൊരു ഏറ്റവും നമ്മളിവിടെ ചെയ്തിരിക്കുന്നതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള സംഭവം ചെയ്തിരിക്കുന്നത് ഈ നമ്മളിവിടെ കിട്ടാവുന്ന സാധനങ്ങൾ ഇതെല്ലാം ആക്കിയിട്ട് ചെയ്തിട്ട് തൊഴുത്തിന് അതിനുമാത്രം പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല. നമ്മളതിൻ്റെ ആ സ്ട്രക്ചറൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ പശുക്കൾ വന്നിട്ട് നല്ല ഈ കിടാക്കളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഇതുങ്ങളൊക്കെ ഞാനിവിടെ ഒരു പശുവിൻ്റെ മൂക്ക ഒന്നും കുത്താറില്ല എല്ലാം. പക്ഷേ ഈ ഗുളിക എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ കയ്യിലിങ്ങനെ കൊണ്ട് വെച്ച് കൊടുത്താൽ അത് കയ്യിൽ നിന്ന് എടുത്ത് കഴിച്ചോളും. അപ്പോൾ അങ്ങനെ ട്രെയിൻ ചെയ്ത് വളർന്നാൽ യാതൊന്നും പേടിക്കാനില്ല. അതുണ്ടല്ലോ ഇവിടെ ഒരൊറ്റ ഒന്നിനും മൂക്ക് കുത്തിയിട്ടില്ല. അതിനെ വേദനിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല. എല്ലാം നല്ല ഇണക്കുള്ള പശുക്കൾ. വലുതായാലും പ്രസവിച്ചാലും ഒന്നും മൂക്കൊന്നും കുത്തേണ്ട ആവശ്യമില്ല. പരിപാലനത്തിലെ പ്രത്യേകതകൾ മൂലം അദ്ദേഹത്തിന്റെ പശുക്കൾക്കോ കിടാരികൾക്കോ ഒരു മൂക്കുകയറിന്റെ ആവശ്യകത പോലും വരുന്നില്ല. ഇന്ന് HF ഗിർ, HF സഹിവാൾ, പ്യുർ HF, പ്യുർ ജേഴ്സി തുടങ്ങിയ വിദേശ ജനുസുകളിൽപ്പെട്ട പശുക്കൾ താമരശ്ശേരിയുടെ കാലാവസ്ഥയോട് ഇണങ്ങിച്ചേർന്ന് ജോൺ ജോസഫിന്റെ തൊഴുത്തിൽ സസുഖം കഴിയുന്നു. ഇങ്ങനെയൊരു ശ്രമത്തിന് തുടക്കമിട്ടത് മലയോര മേഖലയിലെ കാലി വളർത്തലിൽ വലിയ മാറ്റമുണ്ടാക്കി. 5 ഏക്കറോളം വരുന്ന തെങ്ങിൻ തോട്ടത്തിൽ CO3, CO4, കിളിക്കുളം, തുമ്പൂർ മുഴി തുടങ്ങിയ ഇനത്തിൽപ്പെട്ട തീറ്റപ്പുല്ലുകളും പുല്ലിനത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ ഒട്ടേറെ ഔഷധ സസ്യങ്ങളും സമൃദ്ധമായി വളരുന്നു. ഇവയെല്ലാം പശുക്കൾക്കുള്ളതാണ്. കാലിത്തീറ്റയ്ക്കൊപ്പം യഥേഷ്ടം പുല്ലുകൾ നൽകുന്നതുമൂലം വൈക്കോലിന്റെ ആവശ്യം വളരെ കുറവാണ്. തീറ്റപ്പുല്ലിന്റെ കൂടെ ഔഷധ സസ്യങ്ങളും ആഹരിക്കുന്നത് മൂലം പശുക്കൾക്കോ കിടാരികൾക്കോ രോഗബാധയും കുറവായി കാണുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഒരു ഫാം സ്കൂൾ ഉണ്ടായിരുന്നു ഇവിടെ. ആ ഫാം സ്കൂളിന്റെ നല്ല പ്രോഗ്രാമും മികച്ച കർഷകരൊക്കെ ഇവിടെ വരുത്തി നമ്മൾ വളരെ നന്നായി നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് നോക്കുന്ന ആളാണ്. ഇത് ചെല്ലയ്യ കൂടെ ഈ ചെല്ലയ്യ എന്ന് പറഞ്ഞ ആളാണ് ഇവിടെ. ഇപ്പോൾ ഒരു 40 പശുവിനെ വരെ പുള്ളി ഒറ്റയ്ക്ക് കറക്കുന്നതാണ്. അത്രയ്ക്ക് പിന്നെ പുള്ളി നോക്കുന്ന ആൾ ശരിയില്ലെങ്കിൽ ഒരിക്കലും ഫാം ശരിയാകില്ല. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. നമുക്കൊരു പരിധി ഉണ്ടല്ലോ. 40 പശുവിനെ വരെ പുള്ളി കറക്കും. മെഷീൻ ഉണ്ടെങ്കിലും പുള്ളി കൈനെ കൊണ്ട് കറക്കുന്നത്. അല്ല മെഷീൻ വെച്ച് കറക്കുകയാണെങ്കിൽ നമ്മൾ പൊട്ടാസ്യം പറയാനായിട്ട് കഴുകിയിട്ട് അതൊരു ക്ലീൻ ക്ലോത്തും കൊണ്ട് അങ്ങോട്ട് തുടയ്ക്കണം. തുടച്ച് കഴിഞ്ഞിട്ട് മെഷീൻ കൊടുക്കണം. മെഷീൻ കൊടുക്കിയിട്ട് കുറച്ച് പാല് ബാക്കിയുള്ള കറന്നെടുത്തിട്ട് പിന്നെ പൊട്ടാസ്യം പറയാനായിട്ട് വെച്ചിട്ട് ഈ അതിൻ്റെ അകിടിൽ കഴിക്കണം. അല്ലെങ്കിൽ പിന്നെ അകിട് വീക്കം വരും. അകിട് വീക്കം വരാണ്ടിരിക്കണമെങ്കിൽ എപ്പോഴും തറ ക്ലീൻ ആയിരിക്കണം. ചാണകം വീഴുന്ന മുഴുവൻ വാരി പിന്നെ കറക്കുന്നതിന് മുമ്പേ കുളിപ്പിക്കണം. അങ്ങനെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ശാസ്ത്രീയമായ തയ്യാറാക്കിയ തൊഴുത്തുകളിലാണ് പശുക്കളെയും കിടാരികളെയും പരിപാലിച്ചു പോരുന്നത്. തൊഴുത്തിൽ ശുചിയായ ഒരു അന്തരീക്ഷം നിലനിർത്തുന്നതിൽ ജോൺ ജോസഫ് ഏറെ ശ്രദ്ധ വയ്ക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള ചിട്ടകളെല്ലാം പശുക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. കുളിർക്കാറ്റ് ചൊരിയുന്ന പങ്കകൾ നിർബന്ധമില്ല. റബ്ബർ പായയ്ക്കൊപ്പം കോൺക്രീറ്റ് തറയിലെ നിൽപ്പും ശീലമാക്കി. കറവ യന്ത്രത്തിനൊപ്പം കറവക്കാരന്റെ കൈക്കുരുത്തിലും ചുരത്താൻ പഠിപ്പിച്ചു. ഞങ്ങളിവിടെ ഒരു വില്ലേജ് ആയതിനെക്കൊണ്ട് ഇവിടെ അത്ര എല്ലാ വീട്ടിലും പശുക്കളും പശു വളർത്തലുകളാണ്. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ ഒരു റീറ്റെയിൽ മാർക്കറ്റ് തീരെയില്ല. അപ്പോൾ നമ്മൾ സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. സൊസൈറ്റി കൊടുക്കാറ് സാധാരണ കറന്നുകൊണ്ട് കൊടുത്താൽ ഒരു 25 രൂപ ഒക്കെ വില കിട്ടുള്ളൂ. അപ്പം നമ്മളതിന് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 കൗ യൂണിറ്റിലാണെങ്കിൽ ഒരു 7 HF പിന്നെ ഒരു 2 ജേഴ്സി ഒരു എരുമ, അതാണ് അതിൻ്റെ ഒരു റേഷ്യോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു 30+ കിട്ടും വില പാലിന്. മിൽക്ക് സൊസൈറ്റി വഴിയാണ് ജോൺ ജോസഫ് പാൽ വിൽപ്പന നടത്തുന്നത്. 7 HF 2 ജേഴ്സി 1 എരുമ എന്ന പാൽ അനുപാതത്തിലെ സങ്കലനം മൂലം 1 ലിറ്ററിന് 30 രൂപയിൽ കൂടുതൽ ലഭിക്കുകയും ചെയ്യുന്നു. ജോൺ ജോസഫിന്റെ വിശാലമായ കൃഷിയിടത്തിലേക്ക് കടന്നു ചെന്നാൽ ആദ്യം ആകർഷിക്കുക തെങ്ങിൻ നിരകളും ഇടതൂർന്നു വളരുന്ന കവുങ്ങുകളുമാണ്. നാടൻ ഫലവൃക്ഷങ്ങളായ പ്ലാവും മാവുമൊക്കെ തല ഉയർത്തി നിൽക്കുമ്പോൾ വിവിധതരം പേരകൾ പഴവർഗ നിരകൾക്കൊപ്പം കൂട്ടുചേരുന്നു. 20 ഏക്കറോളം വരുന്ന ഭൂവിടത്തിൽ പഴവർഗ്ഗങ്ങൾ മാത്രം വളരുന്നു. വിദേശ ഇനങ്ങളായ റംബൂട്ടാൻ,
മാംഗോസ്റ്റീൻ, ഫിലോസാൻ തുടങ്ങിയവയ്ക്കൊപ്പം സ്വദേശികളായി വിവിധതരം പപ്പായകൾ, നാരകം, പാറപ്പുറത്ത് മണ്ണ് പാകി നട്ടു വളർത്തിയ പൈനാപ്പിൾ തുടങ്ങിയവ പഴസമൃദ്ധിയുടെ മികവണിഞ്ഞ് ഇവിടെ നിൽക്കുമ്പോൾ അതേകുന്ന കാർഷിക സൗന്ദര്യം ഒന്ന് വേറെ തന്നെ. ജോൺ ജോസഫിന്റെ വാഴകൃഷി പ്രത്യേകതയാർന്നതാണ്. വിവിധ ഇനം വാഴകൾക്കൊപ്പം ഉൽപാദനശേഷി കൂടിയതും അപൂർവവുമായ ഇനം വാഴകളും വിശാലമായ ഈ വാഴത്തോട്ടത്തിൽ കാണാം. മികച്ച ജനുസിൽപ്പെട്ട ജാതിമരങ്ങൾ ഫലകാഴ്ചയേകി തോട്ടത്തിൽ നിരയിടുന്നു. കരിമുണ്ട, പന്നിയൂർ ഇനങ്ങളിൽപ്പെട്ട കുരുമുളക് ചെടികളും ഇവിടെ വളർന്നു പടരുന്നു. നാട്ടുവിളകളായ ഇഞ്ചി, ചേന, ചേമ്പ് എന്നുവേണ്ട ജോൺ ജോസഫിന്റെ കൃഷിയിടത്തിൽ ഇനി എന്തു നടാൻ എന്നേ നമുക്ക് ചിന്തിക്കേണ്ടതുള്ളൂ. പൂർണ്ണ ജൈവ കൃഷി രീതിയാണ് ഇദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. പശുത്തൊഴുത്തിൽ നിന്നും ലഭിക്കുന്ന ചാണകം സ്ലറി രൂപത്തിൽ കൃഷിവിളകൾക്ക് നൽകുന്നു. ജലസേചനത്തിനായി ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയും അവലംബിക്കുന്നു. മഴക്കാലത്ത് ഒരു തുള്ളി ജലം പോലും തന്റെ കൃഷിഭൂമിയിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഈ കർഷകൻ അതീവ ശ്രദ്ധ പുലർത്തുന്നു. കൃഷിയിടത്തിലെ കുളങ്ങളിൽ ശേഖരിക്കപ്പെടുന്ന ജലം വിളകൾക്ക് ആവശ്യത്തിന് ഉപയോഗപ്പെടുത്തുന്നതിനൊപ്പം ഈ കുളങ്ങളിൽ കരിമീൻ മത്സ്യങ്ങളെയും വളർത്തുന്നു. ബ്ലാക്ക് മോളി, വൈറ്റ് മോളി, ഗപ്പി തുടങ്ങിയ മത്സ്യങ്ങളുടെ വളർത്തലിലൂടെ ജോൺ ജോസഫിന് മറ്റൊരു വരുമാനവും ലഭ്യമാകുന്നു. വർണ്ണഭംഗിയാർന്ന വിവിധതരം ഓർക്കിഡുകൾ, പോരുകോഴികൾ അടക്കമുള്ള പലതരം മുട്ടക്കോഴികൾ, താറാവുകൾ തുടങ്ങിയവയും ഈ കർഷകന്റെ കാർഷിക കളത്തിലെ അംഗങ്ങളാണ്. മുൻ കേന്ദ്ര കൃഷിമന്ത്രി ശരത് പവാർ സമ്മാനിച്ച ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ദേശീയ പുരസ്കാരം, മികച്ച ക്ഷീര കർഷകനുള്ള 2012-2013 ജില്ലാതല പുരസ്കാരം, മികച്ച ക്ഷീര കർഷകനുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ പുരസ്കാരം, ആത്മയുടെ ജില്ലാതല പുരസ്കാരം, കാർഷിക രത്നം റിയാലിറ്റി ഷോ പുരസ്കാരം, ജില്ലയിൽ കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകനുള്ള അവാർഡ് തുടങ്ങിയവ ജോൺ ജോസഫിന്റെ കാർഷിക സമർപ്പണത്തിനുള്ള അംഗീകാരങ്ങളായി. ഈ അംഗീകാരങ്ങൾക്കെല്ലാം അപ്പുറം കാർഷിക പാരമ്പര്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ശാസ്ത്രീയ കാർഷിക മുറകളെ നിരീക്ഷിച്ച് സ്വായത്തമാക്കാൻ ശ്രമിക്കുന്ന ജോൺ ജോസഫ് എന്ന ഈ കർഷകൻ കാർഷിക മേഖലയുടെ മറ്റൊരു സ്വത്താകുന്നതിൽ നമുക്കും അഭിമാനിക്കാം. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 50 ലക്ഷം രൂപ വരെ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് സബ്സിഡി നൽകും. ചാഫ് കട്ടറുകൾ 50% സബ്സിഡി നിരക്കിൽ നൽകും. ഭാരത സർക്കാരിന്റെ കൃഷി മന്ത്രാലയത്തിനു കീഴിലുള്ള നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് പുഷ്പഫല സസ്യകൃഷിക്കും വിളവെടുപ്പിനു ശേഷമുള്ള പരിപാലനത്തിനും സാമ്പത്തിക സഹായം നൽകും. 35% മുതൽ 50% വരെയാണ് ധനസഹായം. സാധാരണ മേഖലകളിലെ പ്രോജക്റ്റുകൾക്ക് പരമാവധി സബ്സിഡി 30 ലക്ഷം രൂപയും മലയോര മേഖലകളിൽ 37.5 ലക്ഷം രൂപയും നൽകും. ഹൈടെക്, ഗ്രീൻ ഹൌസ്, പോളി ഹൌസ്, സംരക്ഷിത കൃഷിക്ക് 50 ലക്ഷം രൂപയും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന വിലാസം: ഡെപ്യൂട്ടി ഡയറക്ടർ, നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ്, UR 10, ഉപ്പളം റോഡ്, തിരുവനന്തപുരം 1. ഫോൺ 0471 247 0505.
തീറ്റപ്പുൽ കൃഷി ചെയ്യുന്ന ക്ഷീര കർഷകർക്ക് മുറിച്ചെടുത്ത കട്ടികൂടിയ പുൽത്തണ്ടുകൾ ചെറു കഷ്ണങ്ങളാക്കാൻ ചാഫ് കട്ടറുകൾ വാങ്ങുന്നതിന് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ് 50% സബ്സിഡി നൽകും. നേപ്പിയർ, CO3, CO4 തുടങ്ങിയ മൂപ്പുകൂടിയ പുല്ലിനങ്ങൾ ചെറു കഷ്ണങ്ങളാക്കാൻ ചാഫ് കട്ടറുകൾ ആവശ്യമാണ്. കൈകൊണ്ടും മോട്ടോർ കൊണ്ടും പ്രവർത്തിപ്പിക്കാവുന്നവ ലഭ്യമാണ്. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്നവയ്ക്ക് ഏകദേശ വില 5500 രൂപയാണ്. മോട്ടോർ ഘടിപ്പിച്ച ചാഫ് കട്ടറുകളുടെ ഏകദേശ വില 20,000. സബ്സിഡി നിരക്കിൽ ചാഫ് കട്ടറുകൾ ലഭ്യമാകാൻ വിളിക്കാവുന്ന ഫോൺ നമ്പർ 9446004284. പാലക്കാട് ജില്ലയിൽ മലമ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെന്റ് ഫാമിൽ വേര് പിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, സപ്പോട്ട, കശുമാവ്, കൊടംപുളി എന്നിവയുടെ ഗ്രാഫ്റ്റ് തൈകൾ, വിവിധ ഇനം പച്ചക്കറി തൈകൾ, അലങ്കാര ചെടികൾ എന്നിവ ലഭ്യമാണ്. കർഷകർക്ക് വിളിക്കാവുന്ന ഫോൺ നമ്പർ 0491281531. ചകിരിച്ചോറ് കമ്പോസ്റ്റ് വളമാക്കി മാറ്റുന്നതിന് പിറ്റ് പ്ലസ് എന്ന കുമിളിനെ ഉപയോഗിക്കാം. തമിഴ്നാട് കാർഷിക സർവകലാശാലയും കയർ ബോർഡും സംയുക്തമായി നടത്തിയ ഗവേഷണത്തിലാണ് ചകിരിച്ചോറ് കമ്പോസ്റ്റ് വളമാക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. 1 ടൺ ചകിരിച്ചോറ് കമ്പോസ്റ്റാക്കി മാറ്റാൻ പിറ്റ് പ്ലസ് 2 കിലോയും യൂറിയ 5 കിലോയും ആവശ്യമാണ്. പിറ്റ് പ്ലസിന്റെ ലഭ്യതയെക്കുറിച്ച് അറിയാൻ ആലപ്പുഴ കലവൂർ സെൻട്രൽ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പർ 0477225894. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര കൃഷിഭവനിൽ സമഗ്ര പച്ചക്കറി വികസന പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി പ്രകാരം പനയാൽ, മൈലാട്ടി, നെല്ലിയടുക്കം, മുനിക്കൽ എന്നിവിടങ്ങളിലായി പച്ചക്കറി ക്ലസ്റ്റർ വഴി 20 ഹെക്ടർ സ്ഥലത്ത് വെള്ളരി, കക്കരി, വെണ്ട എന്നിവ കൃഷി ചെയ്തു. ഹെക്ടറിന് 15,000 രൂപ സാമ്പത്തിക സഹായം നൽകും. ഈ വർഷം പച്ചക്കറി വികസന പദ്ധതിയിൽ 7500 വിദ്യാർത്ഥികൾക്കും 900 വനിതകൾക്കും പച്ചക്കറി വിത്തുകൾ നൽകും. തച്ചങ്ങാട് ഗവൺമെന്റ് ഹൈസ്കൂൾ, കരിച്ചേരി UP സ്കൂൾ, കുട്ടക്കനി സ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ പച്ചക്കറിത്തോട്ടം പദ്ധതി നടപ്പാക്കുന്നു. തരിശുഭൂമി കൃഷി, വനിതാ പച്ചക്കറി കൃഷി, വിദ്യാർത്ഥികളുടെ കൃഷി, സ്കൂൾ പച്ചക്കറിത്തോട്ടം എന്നിവയിലൂടെ പള്ളിക്കര പഞ്ചായത്തിനെ പച്ചക്കറി ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് കൃഷി ഓഫീസർ K. വേണുഗോപാൽ അറിയിച്ചു. ഇടുക്കിയിലെ അരീക്കുഴ ജില്ലാ കൃഷിത്തോട്ടത്തിൽ എലൈറ്റ് തെങ്ങിൻ തൈകൾ, കുരുമുളക് തൈകൾ, മാവ് ഗ്രാഫ്റ്റ് തൈകൾ, പേര ലെയർ, നാരകം ലെയർ, ഹൈബ്രിഡ് കൊക്കോ തൈകൾ, മഹാഗണി തൈകൾ എന്നിവ ലഭ്യമാണ്. ഫോൺ 0486227859. നവര ഫൗണ്ടേഷൻ നവര റൈസ് ഫാർമേഴ്സ് സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെ പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നവര ഉത്സവം 2014 സംഘടിപ്പിച്ചു. 2014 ഭാഗമായി നവര കർഷകർ പ്രശസ്ത കൃഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ MS സ്വാമിനാഥനെ ആദരിച്ചു. കാർഷിക ഭക്ഷ്യോൽപാദന രംഗത്തെ സമഗ്ര സംഭാവനകളും പരമ്പരാഗത നെൽവിത്തിനമായ നവരയുടെ ഗുണവും മഹത്വവും ആഗോളതലത്തിൽ എത്തിച്ചതിന്റെ സേവനങ്ങളും മുൻനിർത്തിയുമാണ് MS സ്വാമിനാഥനെ നവര കർഷകർ ആദരിച്ചത്. I wish the Navara Foundation great success in not only protecting Navara and spreading the message of Navara, but also in giving more and more prestige to farmers who have conserved this material and utilized them. Let us all benefit from Navara and pray that this festival will mark the beginning of a new era in Navara cultivation and Navara consumption and Navara conservation. പാലക്കാട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ വെച്ച് നടന്ന നവര ഉത്സവ് 2014 മുൻ MP NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. KSIDC മാനേജിംഗ് ഡയറക്ടർ അരുണ സുന്ദർ രാജ്, ചിറ്റൂർ തത്തമംഗലം നഗരസഭാ അധ്യക്ഷ KA ഷീബ, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി PH കുര്യൻ, നവര ഫൗണ്ടേഷൻ ചെയർമാൻ P നാരായണനുണ്ണി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നവര റൈസ് ഫാമേഴ്സ് സൊസൈറ്റിയുടെ പങ്കാളിത്തത്തോടെ നവര ഫൗണ്ടേഷനാണ് നവര ഉത്സവ് 2014 സംഘടിപ്പിച്ചത്. കിൻഫ്ര, KSIDC, PPVSRA, KSCSTE, സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, ആര്യവൈദ്യശാല കോട്ടയ്ക്കൽ തുടങ്ങിയ ഏജൻസികളുടെ സഹകരണവും ഉണ്ടായിരുന്നു. നവരയുടെ ചിറ്റൂർ പ്രഖ്യാപനവും ഈ വേദിയിൽ MS സ്വാമിനാഥൻ നടത്തുകയുണ്ടായി. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ പ്രധാനപ്പെട്ട പരമ്പരാഗത നെൽവിത്തിനമായ നവരയെ എങ്ങനെ സംരക്ഷിക്കാം എന്നതായിരുന്നു ചിറ്റൂർ പ്രഖ്യാപനം. ഇനി കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 15,300 രൂപ, കോഴിക്കോട് 15,800 രൂപ, തൃശൂർ 15,250, കൊപ്ര കൊച്ചി 10,600, കോഴിക്കോട് 10,600, തൃശൂർ 10,200, കുരുമുളക് അൺഗാർബിൾ 71,500 രൂപ, കുരുമുളക് ഗാർബിൾ 74,500, ചുക്ക് മീഡിയം 31,000, ചുക്ക് ബെസ്റ്റ് 32,500, മഞ്ഞൾ സേലം 7,000, മഞ്ഞൾ ഈറോഡ് 7,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. കൊച്ചി റബ്ബർ RSS 5 ഗ്രേഡ് 13,300, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ, കോട്ടയം റബ്ബർ RSS 5 ഗ്രേഡ് 13,400, റബ്ബർ RSS 4 ഗ്രേഡ് 14,050. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 15,300 രൂപ, കൊപ്ര 10,600 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,200 രൂപ, പിണ്ണാക്ക് റോട്ടറി 3,000 രൂപ, കുരുമുളക് അൺഗാർബിൾ 71,500, കുരുമുളക് ഗാർബിൾ 74,500, ചുക്ക് മീഡിയം 31,000 രൂപ, ചുക്ക് ബെസ്റ്റ് 32,500 രൂപ, മഞ്ഞൾ നാടൻ 6,200, അടയ്ക്ക പുതിയത് 26,000-നും 27,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 275-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 450-നും 500-നും മധ്യേ. ജാതിപത്രി 750-നും 900-നും മധ്യേ. ഗ്രാമ്പു 900-നും 1,030-നും മധ്യേ. റബ്ബർ RSS 5 ഗ്രേഡ് 13,300 രൂപ, റബ്ബർ RSS 4 ഗ്രേഡ് 14,000 രൂപ, ഒട്ടുപാൽ 9,100 രൂപ, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. പ്രതികൂല കാലാവസ്ഥയും വിലത്തകർച്ചയും മൂലം നട്ടം തിരിയുന്ന റബ്ബർ കർഷകർ ടാപ്പിംഗിന് ഉത്സാഹം കാണിച്ചില്ല. ഇതിനിടയിൽ പിന്നിട്ട 3 മാസത്തിനിടയിൽ റബ്ബർ ഇറക്കുമതി 65% വർദ്ധിച്ചത് ഷീറ്റിനുള്ള വ്യാവസായിക ഡിമാൻഡിനെയും ബാധിച്ചു. സംസ്ഥാനത്തെ മുഖ്യ വിപണികളിലേക്കുള്ള റബ്ബർ വരവ് ചുരുങ്ങി. ഉത്തരേന്ത്യയിൽ നിന്ന് കുരുമുളകിന് അന്വേഷണങ്ങളുണ്ടെങ്കിലും മഴ കണക്കിലെടുത്ത് ഉൽപ്പാദകർ കാര്യമായി ചരക്കിറക്കിയില്ല. അന്തർ സംസ്ഥാന വ്യാപാരികൾ മുളകിൽ താൽപ്പര്യം കാണിച്ചു. അതേസമയം വിദേശ വ്യാപാര രംഗം തളർച്ചയിലാണ്. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് കൊപ്ര കളങ്ങളിൽ തേങ്ങാവെട്ട് നിലച്ചു. കൊപ്ര ക്ഷാമത്തിനിടയിലെ വിലക്കയറ്റം പ്രാദേശിക മാർക്കറ്റുകളിൽ വെളിച്ചെണ്ണയ്ക്ക് തിരിച്ചടിയായി. ചുക്ക് വിപണി ആഭ്യന്തര ഓർഡറുകളെ ഉറ്റുനോക്കുകയാണ്. പിന്നിട്ട 1 മാസമായി ചുക്ക് വിലയിൽ മാറ്റമില്ല. കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 31.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 28.9, 23.1. കൊച്ചി 30.4, 22.4. ആലപ്പുഴ 29, 24. പുനലൂർ 30.5, 21. തിരുവനന്തപുരം 30.5, 25 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.